പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പുറം ഇടവകയിലെ ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താവുന്നതാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വിവാഹ കൂദാശയിൽ താലി കെട്ടുമ്പോൾ താലിച്ചരട് അച്ഛൻ മണവാളന് കൊടുക്കേണ്ടത് ഏത് രീതിയിലാണെന്നുള്ളതിനെ പറ്റിയും. ഈ താലികെട്ട് കൂദാശയിൽ പെട്ടതല്ലെങ്കിലും ഒരു ഭാരതീയ ആചാരം ക്രിസ്തീയമാക്കി ചെയ്തിട്ടുള്ളതാണ്. പരിശുദ്ധ പാത്രീസ് തിരുമനസ് കൊണ്ട് ഇവിടെ എഴുന്നള്ളി വന്നപ്പോൾ ഹൈന്ദവാചാരമാണ് താലികെട്ടെങ്കിലും ശീമയിൽ അതില്ല എങ്കിലും ഇവിടെ ഞങ്ങളൊക്കെ അത് അനുവദിച്ച് തരണമെന്ന് അപേക്ഷിച്ചപ്പോൾ അങ്ങനെ ആയിക്കോന്ന് പറഞ്ഞു. പക്ഷെ താലിയിൽ കുരിശടയാളം ഉണ്ടാകണം, കുരിശ് വേണം എന്നാണ് അദ്ദേഹം നിർബന്ധിച്ചത്. അത് 3 മുത്തുകളുണ്ട്, 9 മുത്തുകളുണ്ട്, 13 മുത്തുകളുണ്ട്. എങ്കിലും സാധാരണ 9 മുത്തുകളുള്ള താലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ നടുവിൽ ഒരു സ്ലീവ അടയാളം ഉണ്ടായിരിക്കും. അതിൻ്റെ ആകൃതി ആലിലെ താലിയല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. പെന്തക്കോസ്ത് ദിവസത്തിലെ പരിശുദ്ധാത്മാവ് തീനാമിൻ്റെ സാദൃശ്യത്തിൽ ഇറങ്ങി വന്നു. ആ ആകൃതിയാണ് നമ്മൾ താലിയിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ മിന്ന് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി താലി കെട്ടുന്ന സമയത്ത് പട്ടക്കാരൻ്റെ വലത് കൈയിലെ നൂലിൻ്റെ അഗ്രം മണവാളൻ്റെ ഇടത്ത് കൈയിലും പട്ടക്കാരൻ്റെ ഇടത് കയ്യിലേത് മണവാളൻ്റെ വലത് കയ്യിൽ കൊടുക്കണം. ആദ്യം കൊടുക്കേണ്ടത് പട്ടക്കാരൻ്റെ വലത് കൈയിലെ ചരടിൻ്റെ അറ്റം മണവാളൻ്റെ ഇടത് കൈയിലും, പട്ടക്കാരൻ്റെ ഇടത് കൈയിലെ ചരടിൻ്റെ അറ്റം മണവാളൻ്റെ വലത് കൈയിലും കൊടുക്കണം. പക്ഷെ ഇപ്പം പല പള്ളികളും പല രീതിയിലാണ് ചെയ്യുന്നത്. ചിലത് താലിയിലെ ഇടത് കൈ കൊണ്ട് പിടിച്ചിട്ട് വലത് കൈ കൊണ്ട് ആദ്യം മണവാളിൻ്റെ വലത് കൈ കൊടുക്കും, പിന്നെ അതേ കൈ കൊണ്ട് തന്നെ മണവാളിൻ്റെ ഇടത് കൈയിൽ കൊടുക്കും. അത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ലെന്നാണ്. ഞാനൊക്കെ ഞങ്ങളുടെ പള്ളിയിൽ അകപ്പുറം ഇടവകയിൽ വലിയച്ഛന്മാർക്ക് ചെയ്ത് കണ്ടേക്കണത്. വലിയ തിരുമേനി ചെയ്യണ കണ്ട് അവർ പഠിച്ചതാണത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആദ്യം വലത് കൈയിൽ ചരട് മണവാളൻ്റെ ഇടത് കൈയിൽ കൊടുക്കും, പിന്നെ താലിയേമേൽ വലത് കൈ പിടിച്ചിട്ട് ഇടത് കൈയിലെ ചരട് മണവാളൻ്റെ ഇടത് കൈയിൽ കൊടുക്കും. അതാണ് ശരിയായ രീതി. വലിയ തിരുമേനിക്ക് തെറ്റുവരില്ല, വലിയച്ഛന്മാർക്ക് തെറ്റ് പറ്റിയിട്ടില്ല. ഞാനും അങ്ങനെയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങൾ പഠിച്ചേക്കണം. പക്ഷേ ഇപ്പോൾ ഈ ഓർത്തഡോക്സ് പള്ളി ചില അച്ഛന്മാരങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ചില രീതികൾ നമ്മൾ പകർത്തിയെടുത്തേക്കാണ്. ചില പള്ളികൾ അങ്ങനെ കാണുന്നത് അത് തെറ്റാണ്. വലത് കൈ കൊണ്ട് ആദ്യം കൊടുക്കണം. വടക്ക് ഭാഗത്തിനാണ് പ്രാധാന്യം. വിശുദ്ധ ത്രോണോസിൽ കർത്താവ് ഇരിക്കുമ്പോൾ, പിതാവിൻ്റെ വലത്തെ ഭാഗത്ത് ഇരിക്കുമ്പോൾ വടക്കിനാണ് പ്രാധാന്യം. ആദ്യം വലത് കൈ, അച്ഛൻ്റെ വലത് കൈക്കല്ല അവിടെ പ്രാധാന്യം, കർത്താവിൻ്റെ വലത് ഭാഗത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് വടക്ക് നിന്ന് തുടങ്ങണം. ആദ്യം മണവാളൻ്റെ ഇടത് കൈയിലേക്ക് പട്ടക്കാരൻ വലത് കൈ കൊടുക്കണം. കിഴക്കോട്ട് തിരിച്ചു നിൽക്കുന്ന മണവാളൻ കുരിശ് വരച്ചാൽ എങ്ങനെയിരിക്കും? നെറ്റിയിൽ നിന്ന് നെഞ്ചിലേക്ക് വന്നിട്ട് പിന്നെ വടക്കോട്ടാണ് പോണത്, പിന്നെയാണ് തെക്കോട്ടേക്ക് വരുന്നത്. വടക്ക് നിന്ന് കൃപ ഒഴുകുന്നു തെക്കോട്ടേക്ക് എന്നാണ് പിതാക്കന്മാരുടെ ചില വ്യാഖ്യാന പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചിട്ടുള്ളത്. പക്ഷെ മാമോദീസായ്ക്ക് നമ്മൾ വെള്ളത്തിൽ ഊതുമ്പോൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും തെക്ക് നിന്ന് വടക്കോട്ടും. പടിഞ്ഞാറ് സാത്താൻ്റെ വശമാണ്, കിഴക്ക് ദൈവത്തിൻ്റെ വശമായിട്ട്, തെക്ക് ഇടത്തേതിൻ്റെ മക്കളാണ്, വടക്ക് ദൈവത്തിൻ്റെ മക്കളാണ്. ഓക്കെ, പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ട് ഊതണം, തെക്ക് നിന്ന് വടക്കോട്ട് ഊതണം. അപ്പോൾ സാത്താൻ്റെ മക്കളായിരുന്ന ഇടത്തേതിൻ്റെ മക്കളായിരുന്ന അമ്മ
വലത്തേതിൻ്റെ മക്കളും ദൈവത്തിൻ്റെ മക്കളുമാക്കി തീർക്കുന്ന വെള്ളമാണിത്. ഇതിനകത്താണ് ആ ശിശു പുതുതായിട്ട് ജനിച്ച് വലത്തേതിൻ്റെ മക്കളും ദൈവത്തിൻ്റെ മക്കളുമായിട്ട് തീരുന്നത്. അത് മാമോദീസയിൽ. പക്ഷേ വിവാഹ ശുശ്രൂഷയിൽ അതിൻ്റെ ആവശ്യമില്ല. വടക്ക് നിന്ന് തെക്കോട്ടേക്ക് തന്നെ കൊടുക്കും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷ. തെറ്റിട്ട് തിരുത്താട്ടോ. പ്രായമുള്ള അച്ഛന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യാഖ്യാന പുസ്തകത്തിലോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരുത്താൻ എപ്പോഴും തയ്യാറാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ വല്യച്ഛന്മാരും അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ മണവാട്ടി ആദ്യം പള്ളിയിൽ വരണം. ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വെറുതെ സമയമുണ്ടല്ലോ എന്ന് ചോദിച്ച് സൂചിപ്പിക്കുന്നു മാത്രം. മണവാട്ടി പള്ളിയിൽ വന്ന് പുറത്ത് വെക്കാൻ പാടില്ല, അകത്ത് കയറിയിരിക്കണം. ആ പടിഞ്ഞാറ വാതിലിൻ്റെ അടുത്ത് അവിടെ ഇരിക്കണം. ശരിയായിട്ട് അവിടെ ഇരിക്കാം, കുഴപ്പമില്ല. മണവാളനെ കാത്തിരിക്കുകയാണ് മണവാട്ടി. യഹൂദാചാരപ്രകാരം മണവാളൻ എത്രയോ വഴി നടന്ന് മണവാട്ടിയുടെ വീട്ടിൽ വന്നാണ് മണവാട്ടിയെ കേൾക്കുന്നത്. അപ്പോൾ ആ മണവാട്ടിയുടെ വീട്ടിൻ്റെ അകത്താണ് മണവാട്ടി കാത്തിരിക്കുന്നത്. മണവാളൻ വരുന്നു ആർപ്പുവിളി ഉണ്ടാകുമ്പോൾ അവൾ എഴുന്നേറ്റ് നിന്ന് അവനെ ആദരിക്കും. അവർ ഈ രീതി നമ്മൾ കാണണം. അപ്പോൾ മണവാട്ടി ആദ്യം വരണം. ആദ്യം വന്നിട്ട് പുറത്ത് കയറരുത്. പള്ളിക്കകത്ത് കയറി ഒരു കസേരയിലിരിക്കാം. മണവാളൻ വരുന്നു എന്ന് അറിഞ്ഞു വിട്ടിക്കുമ്പോൾ എഴുന്നേറ്റ് അവനെ സ്വീകരിച്ച് മണവാളൻ്റെ വലതുവശത്ത് മണവാട്ടി നിൽക്കണം. പലപ്പോഴും ഇപ്പോഴും തെറ്റിക്കണം. എൻഗേജ്മെൻറ്റിനായാലും തെറ്റിക്കുകയാണ്. അതാരും ശ്രദ്ധിക്കാനില്ല. ഒരച്ഛൻ്റെ സാന്നിധ്യം അവിടെ ഇല്ലെങ്കിൽ മിക്കവാറും മണവാട്ടി എടുത്ത് തന്നെ ഇരിക്കുള്ളൂ. കാരണം മറ്റു സഭകളിൽ അങ്ങനെയാണ്. ഇനി മണവാളൻ കത്തോലിക്ക സഭയിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ വേറെ സഭയിൽപ്പെട്ട ആളാണെങ്കിലും നമ്മളിങ്ങോട്ട് ചേർക്കപ്പെടാണ് അവൻ, അല്ലെങ്കിൽ നമ്മളിങ്ങോട്ട് സ്വീകരിക്കണം അവൻ. സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും എൻഗേജ്മെൻറ്റിൻ്റെ ചിലപ്പോൾ അങ്ങനെ ആകാമല്ലോ. പാടില്ലാത്തതാണ്. സഭയിൽ സ്വീകരിക്കപ്പെട്ടു എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ മണവാളൻ്റെ മണവാട്ടിയും കാണുന്നത്. അപ്പോൾ കത്തോലിക്ക സഭയിൽപ്പെട്ട മണവാളനാണെങ്കിൽ അവൻ വലതുവശത്ത് നിൽക്കും, പെണ്ണിനെ അടുത്ത വശത്ത് നിർത്തും. അതിനെ നമ്മൾ സമ്മതിക്കരുത്. നമ്മുടെ എൻഗേജ്മെൻറ്റ് നമ്മുടെ പള്ളിയിൽ വെച്ച് നടക്കുമ്പോൾ നമ്മുടെ സാന്നിധ്യത്തിൽ, പ്രത്യേകിച്ച് അച്ഛന്മാരുടെ സാന്നിധ്യത്തിൽ ഒരിക്കലും മണവാളൻ RC ആയാലും നമ്മളവനെ ഉൾക്കൊള്ളുന്നു. പരിശുദ്ധ പത്രീസ് ബാവയുടെ കൽപ്പന അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹമാകാം. എന്നാലും നമ്മൾ നമ്മുടെ രീതി അനുസരിച്ച് പെണ്ണിനെ വലതുഭാഗത്ത് നിർത്താനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി പെണ്ണ് വലതുവശത്ത് നിന്നിട്ട് വേണം ആ വിവാഹ കൂദാശയ്ക്ക് അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അഴിക്കകത്തേക്ക് വരുന്നത്. അഴിക്കകത്ത് വെച്ച് തന്നെ നടത്താം. ചില പള്ളികൾ അഴിക്ക് പുറത്തും നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ താലി, ഇപ്പം താലി പലരും ധരിക്കണില്ല. അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ കാരണം. പലപ്പോഴും ആ സ്ലീവായുടെ അടയാളം 9 മുത്തുകൾ അതിനകത്തുണ്ട്. ആ സ്ലീവ കർത്താവിൻ്റെ ആ ക്രൂശ് മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മണവാട്ടിക്ക് വേണ്ടി മണവാളൻ മരിക്കാൻ തയ്യാറാവണമെന്നാണ് അതിൻ്റെ അർത്ഥം. മണവാട്ടിക്ക് 9 മുത്തുകൾ സന്തോഷം സമാധാനം മുതല കാര്യങ്ങളും ഭർത്താവിന് മണവാട്ടി കൊടുക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാതെ വരുമ്പോഴാണ് വീടുകളിൽ കലഹം ഉണ്ടാവുന്നത്. സാധാരണ സ്ത്രീകൾ ഒരിക്കലും ഭർത്താവിനൊരു ബഹുമാനം കൊടുക്കില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ വിഷയമായി. സ്ത്രീയുടെ തല പുരുഷൻ എന്ന് പറയാണ്. അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യ മാത്രം സ്നേഹിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് പോകരുത്. ഇങ്ങനെ ഒരുപാട് തത്വങ്ങൾ നമ്മുടെ വിവാഹ ശുശ്രൂഷയിൽ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ പാലിച്ച് പോകുമ്പോഴേ അത് ശരിയായി വിവാഹമാവുകയുള്ളൂ. പണ്ട് പെണ്ണിന് സ്ത്രീധനം കൊടുത്താണ് കല്യാണം നടത്തുന്നത്. സ്ത്രീധനം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് അവകാശം. അതുകൊണ്ട് പുരുഷത്തിൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്ന് കർത്താവ് അവിടെ മത്തായിയുടെ സുവിശേഷം 19 എഴുതാൻ കാരണം.
ആദ്യം വിവാഹം കഴിഞ്ഞ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു, കുറച്ച് നാളത്തേക്ക് ഉണ്ടായുള്ളത് എന്നാണ് ഞാനൊരു പ്രസംഗത്തിൽ കേട്ടത്. തെറ്റാണെന്ന് എനിക്കറിയാം, തെറ്റാണെന്ന് തോന്നുന്നില്ല. കാരണം ഭാര്യയോട് പറ്റിച്ചേരുത്തൊന്നും പറയുന്നത്. അപ്പോൾ ഭാര്യയുടെ വീട്ടിലേക്ക് ചെന്നാൽ പിന്നെ അപ്പനെ അമ്മയെ ഉപേക്ഷിക്കണമെന്ന് അർത്ഥമില്ല. കാലക്രമേണ അത് മാറി. മറ്റ് ഹൈന്ദവ രീതിയിലൊക്കെ സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ആ പുരുഷ മേധാവിത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മേധാവിത്വം എന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ അടിമയാണെന്ന് വിചാരിക്കാൻ പാടില്ല. അടിമയല്ല, സ്നേഹത്തിലുള്ള ഐക്യം അവരിൽ ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ വിശദമായിട്ട് പറയണില്ല. അപ്പോൾ താലിച്ചരട് കൊടുക്കുമ്പോൾ വലത് കൈ കൊണ്ട് മണവാളൻ്റെ ഇടത് കൈയിലും, പട്ടക്കാരൻ്റെ ഇടത് കൈ കൊണ്ട് മണവാളൻ്റെ വലത് കൈയിൽ കൊടുക്കണം. ആദ്യം വടക്ക് ഭാഗത്ത് വേണം, വടക്കിൽ നിന്ന് ഒഴുകുന്നുള്ള അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ കിഴക്കോട്ട് തിരിച്ചിരിക്കുന്ന മണവാളൻ കുരിശ് വരിക്കുമ്പോൾ നെറ്റിന്ന് നെഞ്ചിലേക്ക് വന്നിട്ട് പിന്നെ ഇടത്തോട്ട് വടം എന്ന് കഴിഞ്ഞാൽ വടക്ക് വശത്തേക്ക് പോകണം. ആ വടക്കിന് പ്രാധാന്യം കൊടുക്കണം. അങ്ങനെയാണ് പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.